മിനിസ്റ്റർ അകത്തുണ്ടോ? യെസ് സർ. ഇരിക്കൂ. താങ്ക്സ്. എന്തായി, വിവരം വല്ലതും കിട്ടിയോ? പോലീസ് അവന്റെ പിന്നാലെ തന്നെയുണ്ട്. രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല. ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പ്രസിഡന്റ് ദയാഹർജി തള്ളി ഒരു പ്രതി ചാടിപ്പോവുകയെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് വരെ ചോദ്യം ഉണ്ടാകും. ഈ സ്ട്രഗിളിൽ അയാൾ രക്ഷപ്പെട്ടാലും കൊല്ലപ്പെട്ടാലും പ്രതിപക്ഷം വെറുതെ ഇരിക്കില്ല. പ്രതി ഒരു രാഷ്ട്രീയ തടവുകാരനാണെന്ന് ഓർമ്മയിരിക്കട്ടെ. അമ്മയും കുട്ടിയും കാണണമെന്നായിരുന്നു അവന്റെ അന്ത്യാഭിലാഷം. അത് കോടതി അനുവദിച്ചതാണ്. അതിനുവേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് അവൻ രക്ഷപ്പെട്ടത്. ഈ കാര്യത്തിൽ ജയിൽ ഐജിക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാവില്ല. അവർ പ്രതിയെ ഹാൻഡ് ഓവർ ചെയ്തതാണ്. നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നാണ് അവൻ രക്ഷപ്പെട്ടത്. ഇനി ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എന്ത് കോൺസിക്വൻസസ് ഉണ്ടായാലും അത് സ്വയം ഏറ്റെടുത്തോളണം. സാർ. നിൽക്കൂ. വെളിയിലുള്ള പത്രക്കാരോട് വീരവാദങ്ങളൊന്നും വേണ്ട. സാർ. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ബാവ, അങ്ങയുടെ തിരുനാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. തിന്മകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആരാ? അരവിന്ദനോ? അരവിന്ദ, നീ? പോലീസ്? എല്ലാം ഞാൻ പറയാം. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. അരവിന്ദ, പോലീസ് എന്റെ പിന്നാലെ തന്നെ ഉണ്ട്. എന്നെ രക്ഷിക്കണം. എനിക്ക് അഭയം തരണം. അത് ഞാനിപ്പോ പ്രസ്ഥാനത്തിലില്ല, ഒരു രാഷ്ട്രീയത്തിലുമില്ല. അങ്ങനെ പറയരുത്. എനിക്കിനി ഓടാൻ വയ്യ. എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. അരവിന്ദ, ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്നെ കുഴപ്പത്തിലാക്കരുത്. പോലീസ് ഇവിടെയും വരും. നീയും രക്ഷപ്പെടില്ല. ഇതാ അങ്ങോട്ട് പോയാ കാടാ. രക്ഷപ്പെടാം. എനിക്ക് വയ്യ. പോലീസിന്റെ കൈ കിട്ടിയ ഞാൻ തൂക്കുമരം വരെ എത്തുകയില്ല. അവരെന്നെ കൊന്ന കാട്ടിലെറിയും. അരവിന്ദ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ പോകുന്നോ അതോ ഞാൻ പോലീസിന് ഫോൺ ചെയ്യണോ? അതാണ് വിപ്ലവം. രക്തരൂക്ഷിതമായ ആ വിപ്ലവത്തിന്റെ അന്ത്യത്തിൽ ഫിഡൽ കാസ്ട്രോ ക്യൂബയുടെ ഭരണാധികാരിയായി. എന്നാൽ അധികാരത്തിന്റെ അപകർഷണം നുണയാൻ നിൽക്കാതെ ചെഗുവരെ തന്റെ തോക്കുമെടുത്ത് മോചനമില്ലാതെ കിടന്ന മറ്റ് ലാറ്റിൻ അമേരിക്കൻ കാടുകളിലേക്ക് നീങ്ങി. അവിടെ നിന്നൊരിക്കൽ ചെഗുവരെ കാസ്ട്രോയ്ക്ക് എഴുതി, കുഞ്ഞെ, മാനം മര്യാദയ്ക്കും ദൈവഭയത്തിലും ജീവിക്കുന്ന ഒരു വീടാണിത്. എന്റെ മോനെ കൊലയ്ക്ക് കൊടുക്കരുത്. വേണ്ട. ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിന്നെ പോലെയുള്ളവരുടെ തനിനിറം പുറത്തു കൊണ്ടുവരാൻ. ശേഷി എവിടെയുണ്ട്? കോട്ടമലയിൽ എവിടെയോ ഏതോ ആദിവാസി ക്യാമ്പിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോവുക. പോലീസ് ഇവിടെ വരും. ചിലപ്പോ പണം തരും. അത് വാങ്ങിയിട്ട് എന്നെ ഒറ്റരുത്. കേസൊന്നുമില്ലേലും പണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പഴയ തീസീസും തിയറിയും ഒന്നും പാഴായി പോവില്ല. ബൂർഷ്വാ പത്രത്തിൽ ലേഖനം എഴുതാം, ഓർമ്മക്കുറിപ്പുകൾ എഴുതാം. പെറ്റി ബൂർഷ്വകൾ കക്കൂസിലിരുന്ന് വിപ്ലവം വായിച്ച് രസിക്കട്ടെ.
കുട്ടി വിളിച്ചോളൂ. വരില്ല, എന്തോ എങ്ങോ പിഴച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, അന്നേ. സാവിത്രിക്കുട്ടി, തൊഴിലെല്ലാം കഴിഞ്ഞ് അമ്മയും കൂട്ടി വീട്ടിലേക്ക് വെക്കുള്ളൂ. എനിക്ക് അത്യാവശ്യമായി 4-5 പേരെ കാണാനുണ്ട്.